കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആളുകളെ വിമർശിക്കുന്ന ആളാണ്. ഞാൻ വിമർശനത്തിന് അതീതനല്ല. എന്നെ വിമർശിക്കാൻ സാമുദായിക നേതാക്കന്മാർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും എൻ്റെ പാർട്ടിയിൽപ്പെട്ടവർക്കും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. പാർട്ടിയിൽപ്പെട്ടവർ പാർട്ടി വേദിയിൽ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാത്ത ആളുകൾക്കൊക്കെ പൊതുവായി വിമർശിക്കാൻ എൻ്റെ ഭാഗത്തു നിന്ന് തെറ്റ് തിരുത്തേണ്ടതുണ്ടോ എന്ന് ഞാൻ പരിശോധിച്ച് ഞാൻ തെറ്റ് തിരുത്തുക. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് യാതൊന്നും പറയാനില്ല. അല്ല അതൊക്കെയല്ല ഞാൻ പറഞ്ഞത്. ആര് പറഞ്ഞാലും ആർക്കും സ്വാതന്ത്ര്യമുണ്ട് മധുരേ, ആർക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമ്മളൊക്കെ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ വിമർശനം കേട്ട അസ്വസ്ഥരാവരുത്. വിമർശനം കേട്ടാൽ വിമർശനത്തിൽ കണ്ടന്റ് ഉണ്ടോ, വിമർശനത്തിൽ കാര്യമുണ്ടോ എന്ന് പരിശോധിച്ച് നമ്മൾ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകളാണ്, 100% പൂർണ്ണതയുള്ള ആളുകളാണ്. അപ്പം ഞാനും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ പിന്നെ സമീപകാലത്ത് എവിടെയെങ്കിലും നമുക്ക് എന്തെങ്കിലും സ്ലിപ്പ് പറ്റിയിട്ടുണ്ടോ, നാവിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കുകയാണ്. ഞാൻ പരമാവധി നമ്മളെല്ലാം സ്വയം നവീകരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നമ്മുടെ സ്വഭാവത്തിന് നമ്മുടെ രീതികൾക്ക് ഒക്കെ നമ്മൾ മാറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ടത് എപ്പോഴും. അല്ലാതെ നമ്മൾ പിടിച്ചതാണ് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ഒരു രീതി ശരിയല്ല. പ്രത്യേകിച്ച് നേതൃസ്ഥാനത്ത് ഇരിക്കുന്ന ആളുകൾ. എനിക്ക് ഒറ്റ അസൈൻമെൻറ്റിൽ അത് ദേശീയ നേതൃത്വവും കേരളത്തിലെ കോൺഗ്രസ് MLA-മാരും കൂടി നേതൃത്വവും കൂടി ഏൽപ്പിച്ച അസൈൻമെൻറ്റാണ്. അത് കേരളത്തിലെ UDF-നെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നാണ്. ഞാൻ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് അതിനുവേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് പല രീതിയിലും ഉണ്ടാവും. അതായത് നടന്നോട്ടെ, അതൊരു വശത്ത് നടന്നോട്ടെ. അതൊന്നും ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കില്ല. ഞങ്ങളെല്ലാവരെയും, എല്ലാ മത ജാതി വിഭാഗങ്ങളെയും സമുദായങ്ങളെയും സാധാരണ മനുഷ്യരെയും ഇതൊന്നും ഇല്ലാത്ത ആളുകളെയും എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് 2021 UDF-ൻ്റെ കൂടെ ഇല്ലാതിരുന്ന ഒരുപാട് വിഭാഗങ്ങൾ ഈ 2024 ആയപ്പോൾ ഞങ്ങളോടൊപ്പം തിരിച്ചു വന്നിട്ടുണ്ട്. പണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ്. പല കാരണങ്ങൾ കൊണ്ട് ഞങ്ങളിൽ നിന്ന് അകന്നുപോയ ഒരുപാട് ആളുകളെ ഞങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അത്ഭുതകരമായ മാറ്റം, വിസ്മയകരമായ മാറ്റം 2026 ഉണ്ടാവും. ഞങ്ങളെല്ലാം അതിൻ്റെ തീക്ഷ്ണമായ യത്നത്തിൻ്റെ പണിപ്പുരയിലാണ്. കഠിനാധ്വാനമാണ് ഞങ്ങളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാരെങ്കിലും വിളിച്ച് തിരുത്താവുന്നത്. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടാത്തതുകൊണ്ട് എല്ലാവർക്കും ആഘോഷിക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടാത്തതുകൊണ്ട് എൻ്റെ ബോഡി ലാംഗ്വേജിനെ പറ്റി പറയാം. പിന്നെ NSS-നെ ഞാൻ പുകഴ്ത്തി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത ഇന്നലെ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം, NSS-നെ കുറിച്ച് പറഞ്ഞ കാര്യം ഞാൻ 2022-ലും 2023-ലും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ അയച്ചുതരാം. ഞാൻ ഇന്നലെയാണോ NSS-നെ പുകഴ്ത്തി പറഞ്ഞത്? NSS എടുത്ത വർഗീയതയ്ക്കെതിരായ അതിശക്തമായ നിലപാട് VD സതീശൻ ആദ്യമായിട്ട് ഇന്നലെ അല്ല പറയുന്നത്, 2022-ലും 2023-ലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നലെ പല ചർച്ചകളിലും കണ്ടു. ഞാൻ പെട്ടെന്ന് ലൈൻ മാറ്റി പെട്ടെന്ന് ഇക്കാര്യം പറഞ്ഞു ഇങ്ങനെ ഇറങ്ങിയെന്ന്. ഞാൻ അങ്ങനെ പെട്ടെന്ന് ലൈനൊന്നും മാറ്റുന്ന ആളല്ല. മാറ്റണമെങ്കിൽ എനിക്ക് കൺവിക്ഷൻ വേണം, ബോധ്യം വേണം. ഇത് ഞാൻ 2022-ലും 2023-ലും പറഞ്ഞ കാരണം അതാരും പറയാത്ത പോയിന്റാണ്. എല്ലാ ഹൈന്ദവ സംഘടനകളെയും സംഘപരിവാർ വിഴുങ്ങാൻ ശ്രമിച്ചപ്പോൾ അതിനെ പ്രതിരോധിച്ച് നിന്ന നേതൃത്വമാണ് NSS-നുള്ളത്. ഞാൻ അവരെ അന്നും അഭിനന്ദിച്ചിട്ടുണ്ട്. അത് ഒരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് അവരെടുത്ത നിലപാട് അത് ഞാൻ 2022-ലും 2023-ലും പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ നിങ്ങൾ ചോദിച്ചപ്പോൾ എന്നോട് എനിക്ക് NSS-ആയിട്ട് വല്ല എതിർപ്പുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇത് ആവർത്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, നമ്മൾ നോക്കട്ടെ എന്താണ് വരുന്നത് എന്നുള്ള ഔദ്യോഗിക സാധനം വരട്ടെ. ഇപ്പോൾ വാർത്തകളല്ലേ വരുന്നുള്ളൂ. ഞങ്ങൾ ഇതിൻ്റെ അപ്പുറത്ത് പ്രതീക്ഷിച്ചില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു ഇത് തന്നെ ഇരിക്കും. എനിക്ക് ആ വാർത്ത കണ്ടപ്പോൾ തോന്നിയത് പിണറായി വിജയനോട് പറയാനുള്ളത് കേരളമാണിത്, ഇത് സ്റ്റാലിൻ്റെ റഷ്യയല്ല. ഞാൻ പലപ്പോഴും ആവർത്തിക്കാറുണ്ട്. PSC കുറിച്ചൊരു വാർത്ത കൊടുത്താൽ അതെങ്ങനെയാണ് ഭരണഘടനാ സ്ഥാപനത്തിനെതിരായ വാർത്ത എന്ന് പറയുന്നത്? ഇത് ഭരണഘടനാ സ്ഥാപനമല്ല ഇതെല്ലാം. PSC-യിലൊരു തെറ്റാണെന്ന്. PSC-യിലെ ഒരു വലിയ ഡാറ്റ അല്ലേ വേറെ ആരോ ഹാക്ക് ചെയ്ത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതിൻ്റെ വാർത്ത കൊടുത്താൽ അവരെ വിളിച്ച് അഭിനന്ദിക്കണ്ടേ? ആ പത്രപ്രവർത്തകനെ വിളിച്ച് അഭിനന്ദിക്കണ്ടേ? അങ്ങനെ ഒരു വാർത്ത പുറത്തു കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഡാറ്റ ആരോ കൊണ്ടുവരികയാണ്. ഇത് മഹാരാജ് കോളേജിലെ
പരീക്ഷ എഴുതാതെ പാസ്സായി എന്ന SFI നേതാവിനെതിരെ വാർത്ത കൊടുത്തതിന്റെ പേരിൽ സംസാരിക്കുകയാണ് അദ്ദേഹം പറയുന്നത്. എല്ലാ ചോദ്യങ്ങൾക്കും അദ്ദേഹത്തിന് മറുപടിയുണ്ട്. അതിൽ നമ്മൾ ഇത്രയേരം സംസാരിച്ചുകൊണ്ടിരുന്ന NSSും SNDPയുമായിട്ടുള്ള നിലവിൽ പുറത്തുവരുന്ന ചർച്ചകൾക്കുമുള്ള മറുപടി അദ്ദേഹം പറയുന്നുണ്ട്. ഈ വിഷയങ്ങളിലെ വിവാദ വിഷയങ്ങളിൽ മറുപടികൾക്ക് ക്ലാരിറ്റി ഉണ്ട് എന്നതാണ് വി ഡി സതീശന്റെ ഈ കൺസിസ്റ്റന്റ് ആയ മറുപടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. പറയുന്ന കാര്യങ്ങളിൽ വ്യക്തതയുണ്ട്. അദ്ദേഹത്തെ എപ്പോഴും പൊസിഷൻ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സെക്യുലർ പൊസിഷനിങ് ആണ്. ആ പൊസിഷനിങ് എന്ന് പറയുന്നത് എല്ലാവരുമായി എനിക്ക് ബന്ധമുണ്ട്, എല്ലാവരും കൂട്ടിയോജിപ്പിച്ചാണ് പോകുന്നത്. പക്ഷേ എനിക്കൊരു നിലപാട് ആ നിലപാടിലെ പോകുമെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ NSSുമായി ബന്ധപ്പെട്ട പ്രശംസ, ഇപ്പോൾ RSSന്റെ പടിക്ക് പുറത്തു നിർത്തുന്നതിൽ BJPയെ പുറത്തു നിർത്തൽ പെരുന്നയിലേക്ക് കയറ്റാത്തതിലൊക്കെ NSനെ അഭിനന്ദിക്കുമ്പോഴും പക്ഷേ തന്റെ നിലപാട് ഇതാണ്, എല്ലാവരെയും യോജിപ്പിച്ചു പോകാം, അതിനപ്പുറത്തേക്ക് വഴങ്ങിക്കൊടുക്കാൻ തയ്യാറല്ല എന്ന നിലപാട് അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്.